അത് ഇവന്റെ ചേട്ടനാണ് ചെന്നൈയായിട്ട് ബന്ധമുള്ളത്. ചെന്നൈയിലോട്ട് ഞങ്ങക്ക് എങ്ങനെയെങ്കിലും ഷൂട്ടാ മതി. നിങ്ങൾ അതിനു വേണ്ടി പിഷാരടി സാറാണ് ഇങ്ങനെ പറയുന്നത്. അല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ നിൽക്കുക. ഇൻഫ്ലുവൻസ് പടമില്ല. കൈമക്കെട്ടിയ പീഞ്ഞെടുക്കും മിൽക്ക് സർബത്ത്, പിന്നെ ബാക്കി വന്ന ചണ്ടി പോലെ. ഇവന് ഒരുപാട് പടമുണ്ട്. ഞാൻ പണ്ട് ടിവിയുടെ എപ്പിസോഡ് ചെയ്യുന്ന പോലെ ഇവൻ പറഞ്ഞു. എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം വിളിച്ചിട്ട് ഞാൻ ചേട്ടാ അല്ലേ വേണ്ട പിന്നെ പറഞ്ഞ ഡ്രസ് എടുക്കാൻ പറയാൻ വിളിച്ച, പക്ഷെ പോലീസുകാരനാ. അതുപോലെ ഇനി റീ റിലീസ് ഇനി വരണം എന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഇതൊന്നും റിലീസ് ചെയ്ത് പഞ്ചവാദ്യം കളരി പയ്യറ്റിൽ അംഗമ മുതലാളി എന്റെ കേസിൽ എന്താ, ഞാനുള്ള സമയത്ത് ജനക്കൂട്ടം വരാറില്ലേ? അത് സത്യമല്ലേ? എന്റെ കേസില് കൈമക്കെട്ടിയ പീഞ്ഞെടുക്കും മിൽക്ക് സർബത്ത്, പിന്നെ ബാക്കി വന്ന ചണ്ടി പോലെ. അങ്ങനെ ഇവനുള്ളത് ജനക്കൂട്ടം വരുമെങ്കിൽ ഇവൻ റിലീസ് ദിവസം തിയേറ്ററിന് വാദിക്കാൻ നിൽക്കാത്ത എന്തുകൊണ്ടാണ്? ഭാവി പ്രൊഡ്യൂസർമാരോടൊക്കെ ഞാൻ പറയട്ടെ, ഇത് വെറും പറയുന്നതാണ്. അതല്ലേ ഇത് കഴിഞ്ഞ സിനിമ ഉണ്ടാകും. ഈ കോളേജിലെ പ്രോഗ്രാംസിലേക്ക് ഒരു പ്രത്യേക തരം ഹാപ്പിനെസ് ഞാൻ നിങ്ങളിൽ കണ്ടു. ഞാൻ ചേട്ടനിലൊക്കെ പാടുന്നു. ഞാൻ കേട്ട് കഴിഞ്ഞപ്പോഴേ പുള്ളി ഇത്ര നന്നായിട്ട് പാടുന്നു. പുറത്തിറങ്ങി ജ്ഞാപകം പഠിപ്പൊന്ന് മാറി. കൈമക്കെട്ടിയ പീഞ്ഞെടുക്കും മിൽക്ക് സർബത്ത്, പിന്നെ ബാക്കി വന്ന ചണ്ടി പോലെ. നിങ്ങളൊക്കെ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഒരു വേദനിക്കുന്ന സത്യം മനസ്സിലാക്കണം. ഒരു അര ദിവസം മുഴുവൻ എന്നെ കൊണ്ട് ഷൂട്ട് ചെയ്യിച്ചിട്ട് എനിക്ക് ശരിക്കും രാവിലെ തീരേണ്ടതാണ്. ദിവസം തീരുന്ന ഷൂട്ടാ. ഒരു ഫുൾ ഡേ റെന്റ് വാങ്ങിച്ചു. ശരിക്കും ജീവ സത്യം പറ, ജീവയ്ക്ക് പൈസ തന്നായിരുന്നു. അതൊക്കെ ആർട്ടിസ്റ്റുകൾക്ക് വരും. എന്നിട്ടും നിനക്ക് കിട്ടിയല്ലോടാ, അത് ഭയങ്കരമായിട്ട്. നിന്നെ അക്ഷയ സെന്ററിൽ കൊണ്ടുവന്നേക്കുന്നതാണ്. എന്തൊരൊന്നും ഞങ്ങൾ ആവശ്യമില്ല. ഇവൻ ഏതാണ്ട് നമ്മളൊക്കെ കൂടെ ആധാർ പുതുക്കാൻ ഇവന്റെ വിചാരം. അല്ല അജുവേട്ടാ, ഇപ്പൊ മലർവാടി നിന്നാണ് അജുവിന്റെ സ്റ്റാർട്ടിങ് വിനീതേട്ടന്റെ കൂടെ. പറഞ്ഞത് നന്നായി. ഞാൻ ഇവൻ ബാലനില് വന്നതാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതിപ്പോ താൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചെന്നൈയിലൊക്കെ നോക്കി. നിങ്ങളൊക്കെ എപ്പോഴും പറയും ഇന്റർവ്യൂ സ്റ്റാർ എന്നൊക്കെ പറയും. അതിന്റെ കൂടുതൽ പറയേണ്ടത് പ്രൊഡക്ഷൻ ഫ്രണ്ട്ലി സ്റ്റാർ. പ്രൊഡ്യൂസർ ഒരു രീതിയിലുള്ള ഒരു ബാധ്യത ഉണ്ടാക്കി കൊടുക്കാറില്ല. ഒരു പ്രഷർ ഇറങ്ങി കഴിയുമ്പോൾ ബാധ്യത ആവാം. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ സിനിമയാണല്ലോ. അപ്പൊ അത് പഠിച്ച് ആ പാടുള്ള പ്രോസസ് പഠിച്ച് അതിലേക്ക് എത്തുക എന്നുള്ളത്. അങ്ങനെ വല്ലവരുടെയും കാര്യം പഠിക്കാം. പക്ഷെ വീണയുടെ ഷോട്ട് കഴിഞ്ഞപ്പോ വലിയ ക്ലാപ്സ് ആയിരുന്നു. പെട്ടെന്ന് വരും ഇവിടെ പ്രീസ്റ്റില് മമ്മൂക്കയുടെ കൂടെ, അത് കഴിഞ്ഞ ആ കൈസഹോയിലെ ധ്യാൻ ചേട്ടന്റെ കൂടെ. എന്താണ് ആ ഒരു സിമിലാരിറ്റി? നമ്മളെക്കാളും എത്രയോ പടങ്ങൾ ചെയ്ത ആൾക്കാരെ. അപ്പൊ അവരെങ്ങനെയാണോ അതിനും മമ്മൂക്കയെക്കാളും കഴിഞ്ഞു.